ഹലോ, ഇത് നമ്മുടെ വീട്ടിലെ ഒരു ഭിത്തിയിലുള്ള അക്വേറിയം കേട്ടോ. അതായത് വീട് ഫ്രണ്ടിലത്തെ വാതിൽ തുറന്ന് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഭിത്തിയാണ്. ആ ഭിത്തിയിൽ പണ്ട് വീട് പണിത സമയത്തൊക്കെ ഇതിൽ ഒരു ഷോക്കേസായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഷോക്കേസിൻ്റെ സ്റ്റൈലൊന്നങ്ങ് മാറ്റിയേക്കാമെന്ന് വെച്ച് അതിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത കേട്ടോ. അക്വേറിയം സെറ്റ് ചെയ്ത് വീട് പെയിൻറ്റിങ്ങിൻ്റെ സമയത്തായിരുന്നു അക്വേറിയം സെറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് മീനുകളെയൊക്കെ ഗോൾഡ് ഫിഷിനെയും കാർപ്പിനെയും ഒക്കെ ഇട്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളതിനെ ഒന്നും ശ്രദ്ധിക്കാതെ തീറ്റ കൊടുക്കും, പക്ഷേ ഫിൽറ്ററും ഇടും. പക്ഷേ അത് നമ്മൾ വേണ്ട രീതിയിലൊന്നും കെയർ ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ മീനുകളൊക്കെ അങ്ങ് ചത്തുപോയി. പിന്നെ കുറേ നാൾ നമ്മളൊന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുകയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും വീട് പെയിൻറ്റ് ചെയ്ത സമയത്ത് അതിനെ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി നല്ല ഇതായിട്ട് മീനുകളെയൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ഭംഗിയാക്കണം എന്നോർത്ത് അങ്ങനെ ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പല കളറുള്ള മീനുകൾ, ഈ ഫ്ലൂറസെൻ്റ് കളറൊക്കെ ആയി മീനുകളുടെ കളറുകൾ. പക്ഷേ നല്ല രസമുണ്ട്, അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. മെയിൻ്റനൻസ് നല്ല പോലെ ഉണ്ട്. നമ്മൾ എപ്പോഴും വെള്ളമൊക്കെ മാറി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഈ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം മാറണമെന്നൊന്നുമില്ല. പിന്നെ അതിൽ വെച്ചേക്കണ ആ ചെടികളൊക്കെ നാച്ചുറലായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് എയർ പ്യൂരിഫിക്കേഷനൊക്കെ നടക്കുമെന്നാണ് പറയണത്. ഓക്സിജൻ വെള്ളത്തിൽ തന്നെ ഇതുണ്ടാവും എന്നൊക്കെയാണ് പറയണത്. എന്തായാലും അത് 3 ഇടത്ത് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 3 ഇടത്തല്ല, 4 ഇടത്ത്. പക്ഷേ ഈ മീനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ തണ്ടുകളൊക്കെ ഒടിഞ്ഞുകൊണ്ട് ഇലയൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇലയൊന്നും മീനുകൾ തിന്നണില്ല. ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് മേളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ആ കൂമ്പ് ഭാഗം ഒടിഞ്ഞിങ്ങനെ മേളിൽ കിടക്കുന്നുണ്ട്. തിന്നണമൊന്നും കാണണില്ല. തിന്നണമായിരുന്നെങ്കിൽ പണ്ടേ ഇത് മുഴുവൻ തിന്ന് തീർത്തേനെ. പക്ഷേ തിന്നണമൊന്നും കാണണില്ല. പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ അതിലേക്കൊക്കെ കണ്ട് അതിനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ലൊരു രസമാണ്. അത് മനസ്സിനൊരു നല്ലൊരു ഇത് കിട്ടും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെയുള്ള അക്വേറിയവും മീനുകളെയൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.